ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും നമ്മുടെ മുട്ടക്കോഴികളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ വീഡിയോ മിക്ക ആളുകളും കാണുന്നുണ്ടെന്നും അവരിഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കമൻറ്റ് ബോക്സ് കാണുമ്പോഴറിയാം മിക്കവാറും ആളുകൾ കാണുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് തന്നെ ഞാൻ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ്. എല്ലാ ആളുകളും തന്നെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ മുട്ടക്കോഴികൾക്ക് എന്തെല്ലാം തീറ്റകളാണ് കൊടുക്കുന്നത്, എന്തെല്ലാം ഇലവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. ആ വീഡിയോയിൽ 2 കമൻറ്റ് പ്രത്യേകമായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇങ്ങനെ നിങ്ങൾ തീറ്റ കൊടുത്താൽ ഈ കോഴികൾക്ക് മുട്ട കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം അവരതങ്ങനെ പറയുന്നത്. ഞാൻ കോഴികളെ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമായി. 7 വർഷമായിട്ട് ഞാൻ കോഴികൾക്ക് മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ തീറ്റ. ഇത് തിരി രൂപത്തിലുള്ള ലെയറാണ്. ഇതിന് പെല്ലറ്റ് എന്നും പറയും. ഇത് നമുക്കിപ്പോൾ 12 കോഴികളാണ് നിലവിലുള്ളത് മുട്ടയിടുന്നത്. 12 പേർക്കായിട്ട് 3 നാഴി ലെയറാണ് ഞാൻ എടുക്കുന്നത്. 3 നാഴി ലെയർ എടുത്ത് വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചതിന് ശേഷം മറ്റ് തീറ്റകൾ, അതായത് നുറുക്കരി, ഗോതമ്പ് തവിട്, ഇലവർഗ്ഗങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. ഇന്ന് ഇലവർഗ്ഗങ്ങൾ അരിഞ്ഞത് നമുക്കില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തീറ്റയുടെ ഒപ്പം കൊടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം അരിഞ്ഞെടുത്ത് ഞാനിതിനവർക്ക് സെപ്പറേറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് സാമ്പാർ ചീരയുടെ ഇലയാണ് കേട്ടോ. കയ്യിൽ നിന്ന് തന്നെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ടോ. അവർക്ക് ഇലകൾ വളരെ ഇഷ്ടമാണ്. ഇലകൾ മാത്രം കൊടുത്തത് കൊണ്ട് ഒരിക്കലും നമ്മുടെ കോഴികൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുട്ട തരില്ല. അത് കോഴികളെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ കൊടുക്കുന്ന തീറ്റ, അതായത് ലെയർ, ഒരു 100 ഗ്രാമെങ്കിലും വെച്ച് ഓരോ കോഴികൾക്കും ലഭിക്കുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ലെയർ കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷം മറ്റു തീറ്റകളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് മുട്ട ഉൽപ്പാദനം കോഴികൾക്ക് വർദ്ധിക്കുകയും നമ്മൾക്ക് മുട്ടകൾ ലഭിക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ കോഴികൾക്ക് ഇലകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാടകൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അവർക്കും ഇലകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇലകൾ കൊടുക്കുമ്പോൾ കോഴികൾക്ക് കൊടുക്കുന്ന അതേ ഇലകൾ തന്നെയാണ് കാടകൾക്കും കൊടുക്കാറ്. അവരുടെ തീറ്റകൾക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്കും ഇലകൾ ഇഷ്ടമായതുകൊണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്കും കൊടുക്കും. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. അപ്പോൾ 2 വശത്തുള്ള കാടകൾക്കും നമ്മൾ ഇലകൾ കൊടുത്തു കഴിഞ്ഞു. മുട്ടകളെല്ലാം തന്നെ ഞാൻ പെറുക്കിയെടുക്കുന്ന സമയമെന്ന് പറയുമ്പോൾ മുട്ട ഇട്ട് നമ്മുടെ മുട്ടത്തൊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന സമയത്ത് തന്നെ ഞാൻ എടുത്തു വെക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് വളരെ കാക്കകളുടെയും കിളികളുടെയൊക്കെ ശല്യമുണ്ട്. ഇപ്പോൾ മുട്ടത്തൊട്ടിയിൽ നിന്ന് കൊത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് കൊത്തിയാൽ തന്നെ ഇത് പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുമ്പോൾ തന്നെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനിതൊന്നും പെറുക്കിയെടുത്തില്ല കേട്ടോ. കാരണം ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് എടുക്കാതിരുന്നത്. ഈ സൈഡിൽ നമുക്ക് 4 കോഴികളാണുള്ളത്. അവർ 4 പേരും നമുക്ക് മുട്ട തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 4 മുട്ടയും എടുത്തിട്ടുണ്ട്. കുറച്ച് കോഴികളെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കളത്തിൽ 5 കോഴികളെ വെച്ച് ഇടാനായിട്ട് പറ്റും. ഇപ്പോൾ ആ സൈഡിൽ 4 കോഴികളും ഇപ്പോൾ ഈ വശത്തായിട്ട് നമുക്ക് 8 കോഴികളുമാണ് ഉള്ളത്. ഒരു കളത്തിൽ ഇവിടെ 3 വെച്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 2 കോഴികളും കൂടെ ഉണ്ട്. അവരെ നമ്മൾ സെപ്പറേറ്റ് ഒരു കളത്തിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾക്ക് എത്ര മുട്ട കിട്ടിയെന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാനായിട്ട് പറ്റും. അങ്ങേ വശത്ത് നിന്നും, അതായത് ആദ്യം നമ്മൾ മുട്ട എടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് 4 മുട്ടയാണ് കിട്ടിയത്. അവിടെ 4 കോഴികളുണ്ടായിരുന്നു. അവർ 4 പേരും തന്നെ മുട്ടയിട്ടിട്ടുണ്ട്. ഇതാണ് ആ മുട്ടകൾ നമ്മുടെ പാത്രത്തിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ കൂടെ മറ്റു മുട്ടകളും നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പം 5ആയി, 6, 7, 8, 9, 10, 11. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മുട്ടയാണിത്. 11 മുട്ട. 12 കോഴികളാണ് നമുക്കുള്ളത്. അതിൽ നമുക്കിന്ന് 11 മുട്ട കിട്ടിയിട്ടുണ്ട്. ഇവർ 2 പേരുമാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ കോഴികൾ. 2 പേര്.
5 കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 രോഗങ്ങൾ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ 2 ഉള്ളൂ. ഇവർ എല്ലാ ദിവസങ്ങളിലൊന്നും നമ്മൾക്ക് മുട്ട തരത്തില്ല. ഒന്നുകിൽ ഒരു ദിവസം 2 പേരും ഇടും, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിടും, ഇല്ലെങ്കിൽ ചില സമയത്ത് 2 പേരും ഇടത്തില്ല. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇവരിൽ നിന്നും മുട്ട കിട്ടാറുള്ളൂ. എന്നാലും നമ്മുടെ BV3 കോഴികൾ എല്ലാവരും തന്നെ നമുക്ക് മുട്ട തരുന്നുണ്ട്. 10 മിക്കവാറും ദിവസങ്ങളിൽ 10 കിട്ടാറുണ്ട്. ഇടയ്ക്കെങ്ങാനും 9 പോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന രീതികളിൽ മാറ്റം വരുത്താതിരിക്കുക. കാരണം നമ്മൾ ഏത് കമ്പനിയുടെ തീറ്റയാണോ നമ്മൾ ആദ്യമേ കൊടുത്തു തുടങ്ങിയത് അത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇവരെ ഫാമിൽ നിന്ന് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞത്. ആദ്യം നമ്മൾ കൊടുക്കുന്ന ഗ്രോവർ ഏത് കമ്പനിയുടെ ആണോ ആ സെയിം കമ്പനിയുടെ തന്നെ നമ്മൾ ലെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ തീറ്റകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ തീറ്റയുമായിട്ട് പൊരുത്തപ്പെട്ട് വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് മുട്ട ഉൽപ്പാദനത്തിന് കുറഞ്ഞു പോവുകയും നമുക്ക് മുട്ടകൾ കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും കമ്പനികൾ മാറി തീറ്റകൾ കൊടുക്കരുത്. കൊടുക്കുന്ന അതേ കമ്പനികൾ തന്നെ നമ്മൾ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ മറ്റു തീറ്റകളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നുറുക്കരി, ഗോതമ്പ് തവിട്, ഇലവർഗ്ഗങ്ങൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും കടയിൽ നിന്ന് തീറ്റകൾ മേടിച്ച് കൊടുത്ത് മാത്രം നമ്മൾക്ക് മുട്ടക്കോഴികളുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ഈ കോഴികളെ വളർത്തുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മറ്റു തീറ്റകളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ലെയറിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ നോക്കണം. ഒരു കോഴിക്ക് ഒരു 100 ഗ്രാമെങ്കിലും കിട്ടത്തക്ക രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.